വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഇത് നമ്മൾ കേട്ടിട്ടുള്ള വരിയാണ്. അക്ഷരത്തെറ്റോ ആശയപരമായ കുഴപ്പമുണ്ടോയെന്ന് എനിക്കറിയില്ല. പണ്ട് എപ്പോഴോ ഓർത്ത ഒരു കവിതയുടെ വരി ചൊല്ലിയതാണ്. സംഗതി ഇതാണ്, ഈ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ അവർ ചിലപ്പോൾ ദൈവജ്ഞരെ പോലെ തോന്നും. മാമ്പഴം പറക്കാൻ ചെന്ന് അതിൻ്റെ മാമ്പൂ ഒഴിച്ചപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞത് കേട്ടൊരു കുഞ്ഞ് ഇനി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ നിലത്തെറിഞ്ഞ് കളഞ്ഞ് അടുത്ത മാമ്പഴം പൂക്കുമ്പോൾ ആ കുഞ്ഞില്ലാതിരിക്കുന്നതിൻ്റെ ദുഃഖം അമ്മ വളരെ ഭാവനാത്മകമായി അവതരിപ്പിച്ച മലയാളത്തിലെ ഒരു കവിതയാണിത്. അത് ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ചിലത് തോന്നാറുണ്ട്. ഞാൻ ഇന്നലെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ടു. വളരെ മനോഹരമായൊരു വീഡിയോ ക്ലിപ്പ്. ഒരു കുഞ്ഞും അമ്മയും തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രായത്തിലെ ഒരു കുഞ്ഞ് ചില ഭാവങ്ങളുടെ പേരിൽ, ചില സംഗതികളുടെ പേരിൽ അതിനുണ്ടാകുന്ന ചില വൈകാരികമായ സംഗതി ഉണ്ടല്ലോ, അതിനെയൊന്നും നമുക്ക് സയൻറ്റിഫിക്കായിട്ട് എന്തുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ അങ്ങനെ ചോദിച്ചാൽ അത് അങ്ങനെ ആണ്, അത്രയും നമുക്ക് പറയാൻ പറ്റൂ. അങ്ങനെ ഒരുപാട് ഭാവങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം വളരെ നിഷ്കളങ്കമായ പ്രകൃതിയിലാണല്ലോ ജനിക്കുന്നത്. പിന്നീടാണല്ലോ ഈവൻ അവരുടെ വിശ്വാസവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതിനു മുമ്പ് അവർക്കെല്ലാവർക്കും നിഷ്കളങ്ക ബാല്യമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞുങ്ങളെ കൊല്ലുന്നവൻ, അത് ഈ യുദ്ധത്തിലായാലും അല്ലെങ്കിലും, അവനെപ്പോലൊരുത്തൻ വേറെ പിന്നെ ദുഷ്ടനായവൻ ഈ ലോകത്തില്ലെന്നും, അതുകൊണ്ടാണ് നമ്മൾ ഈ നെതന്യാഹുവിനെയും ട്രംപിനെയും പോലുള്ളവനെ ഏറ്റവും നീചനും നികൃഷ്ടനുമായി കാണുന്നതെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. എന്നിട്ടും ആ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ജാതി നോക്കി ഇവനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, നിശബ്ദമായി പിന്തുണയ്ക്കുന്ന, പരസ്യമായി പിന്തുണയ്ക്കുന്ന നികൃഷ്ടന്മാർ മനുഷ്യജന്മത്തിലുമുണ്ട്. എല്ലാ കാലത്തും ഉണ്ടല്ലോ അത്, എല്ലാ കാലത്തിലും എല്ലാ ഗ്രന്ഥങ്ങളിലുമുണ്ട്. ഇതാണ് ആ വീഡിയോ ക്ലിപ്പ്. വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി അവള് കരയുന്ന ഒരു പാട്ടുണ്ട്. ഈ പാട്ട് എപ്പോ കേട്ടാലും പാടിയാലും അപ്പോ കരയും. ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. തമ്മിൽ പിണങ്ങി പോകല്ലേ, കാണാതെ കാണലേ കണ്ണേ, നമ്മൾക്കു നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. ഹൃദയം മുറിയും അഴലിൽ വെന്താലും കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, തമ്മിൽ പിണങ്ങി പോകല്ലേ, കാണാതെ വേണ്ടോ പാട്ട് വേണ്ട, കുഞ്ഞിന് സങ്കടം വരും. ഹൃദയം നല്ല കുഞ്ഞ്, നല്ല മോള്, മാഷാ അല്ലാ, നന്നായിരിക്കട്ടെ. ആ പാട്ടിൻ്റെ ഭാവനയ്ക്കൊത്ത് ഒരു വൈകാരികമായ തലം മാറി വരുന്നതിന് അതിൻ്റെ എന്തെങ്കിലും ഒരു കണ്ടീഷൻഡ് ട്യൂണിങ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറൊക്കെ പറയത്തില്ലേ, ഇപ്പോൾ അമ്മ പാട്ട് പാടുന്ന കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ ചില സംഗതികളിങ്ങനെ അതിൽ കേട്ട് അങ്ങനെ വരുന്ന, അങ്ങനെ പുരാണങ്ങളിൽ പോലും ചില കഥാപാത്രങ്ങളും ചില ജീവിതങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതൊരു കൗതുകം തോന്നി. കൊള്ളാം, നല്ല ഭംഗിയുള്ള ഒരു നിമിഷം. ചില നമ്മളീ പറയുന്ന ഛാത്ര, നിരീച്ചര, ഈച്ചര എന്നൊക്കെ പറയുന്ന ചില സംഗതികൾക്കപ്പുറത്തുള്ള മനോഹരമായ സൃഷ്ടിയുടെ ഒരു ഭാവം.